വ്യത്യസ്ത ട്രീറ്റ്മെന്റ് ആണ്. കിടിലം പടം. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മമ്മൂട്ടി നല്ലതായിരുന്നു. മമ്മൂക്ക റോക്സ്. എടുത്തു പറയത്തക്കെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ അപ്പിയറൻസ് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല. മമ്മൂട്ടിയിൽ അങ്ങ് ലയിച്ചിരിക്കുകയാണ് എല്ലാവരും. പിന്നെ കൊള്ളാം, ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതൊക്കെ കൊള്ളാം. സൂപ്പർ പടം, അടിപൊളി, നല്ല പടം. എനിക്ക് പറയാവുള്ളൂ. ടെക്നിക്കലി മമ്മൂക്കയാണ്. നമുക്ക് പിന്നെ സിദ്ധാർത്ഥ ഭരതൻ അടിപൊളിയായിട്ട് അർജുന അശോകനും നല്ല അടിപൊളി, നല്ല ക്ലാസ് പണി. ആക്ടിംഗ് ഉണ്ട്, ആർട്ട് വർക്കും ഉണ്ട്. പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കൊള്ളാം. ആ കൂടെ കുറച്ച് കഥാപാത്രമുള്ളൂ, എല്ലാം ഒന്നുകൊന്ന് വെച്ച മമ്മൂട്ടി ക്ലാസ്സുകാരുണ്ട്. എടുത്തു പറയുന്നത് അഭിനയം തന്നെ. അഭിനയം കറക്റ്റ് പെർഫെക്റ്റ് കാസ്റ്റിംഗ്. അതായത് ആ കൂടെ കുറച്ച് കഥാപാത്രങ്ങളുള്ളൂ, കറക്റ്റ് കാസ്റ്റ് ചെയ്തു. ഒരു ലാഗിങ്ങും ഇല്ല. അവസാനം കൊള്ളാം. കുഴപ്പമില്ല, നല്ല രസം കണ്ടിരിക്കും. വലിയ മോശമൊന്നുമില്ല, പക്ഷെ ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്, കണ്ടിരിക്കാം. നമുക്ക് നല്ല അഭിനയമാണ്. അടിപൊളി. കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് ഒരു സ്റ്റൈല്, വേറൊരു പുതിയൊരു സ്റ്റൈലിലേക്ക് വന്നിരിക്കും. ആ രീതിയിൽ കൊള്ളാം, വേറൊരു കൺസെപ്റ്റിലേക്ക്. നല്ല പടം, എപ്പിക് പടം ഫീലാണ്. അത് കണ്ട് തന്നെ നമ്മൾ അനുഭവിക്കുന്നത്, അല്ലാതെ നമ്മൾ റിവ്യൂ കേട്ടിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത്രയ്ക്ക് ഫീലുണ്ട്. വമ്പം പടം. ഇതുപോലെ ഒരു പടം എപ്പിക് പടം, മലയാളത്തിൽ പടം സൂപ്പർ. അടിപൊളി മൂവി. മമ്മൂക്കയുടെ ആക്ടിങ്, അർജുന അശോകന്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അവരുടെ ആക്ടിങ്ങും ക്യാമറയും മ്യൂസിക്കും ഒക്കെ അടിപൊളിയായിരുന്നു ശരിക്കും. മമ്മൂക്കയുടെ ചിരി അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ആക്ടിങ്, അത് 3 പേരുടെയും അടിപൊളിയായിരുന്നു. നല്ല ഫിലിമായിരുന്നു. മമ്മൂക്കയുടെ ഒരു വ്യത്യസ്തമായ ഒരു അഭിനയ ശൈലി തന്നെയാണ്. പിന്നെ അർജുൻ അശോകന്റെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. പടം വേറെ ലെവല്, പടം ഒന്നും പറയില്ല. ബോളിവുഡ് ലെവല് മേക്കിംഗ്. നമ്മൾ ഹിന്ദിയിൽ ഇതുപോലെ എനിക്ക് കണ്ടപ്പോൾ, അവസാനം രംഗമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ തുമ്പാട് മൂവിയാണ് ഓർമ്മ വന്നത്. ഹിന്ദിയിൽ ഒരു രക്ഷയില്ലാത്ത മമ്മൂട്ടിയുടെ പ്രകടനമാണെങ്കിലും അർജുന അശോകനാണെങ്കിലും സിദ്ധാർത്ഥ ഭരതനാണ്. 3 പേരും ഒന്നിനൊന്ന് മെച്ചമായിട്ട്. കാരണം ഒരാളുടെ പടമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മമ്മൂക്കൻ്റെ പടമാണെന്നോ അർജുൻ്റെ പടമാണെന്നോ 3 പേരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഉണ്ട്. ഒരു രക്ഷയില്ല. അത് കളർ പടങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. കാര്യം തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. നല്ല സിനിമയാണ്. മമ്മൂട്ടി എന്നുള്ള കഥാപാത്രം നോക്കണ്ട, ആ ടോപ്പിക് മൊത്തം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം, നല്ല രസമുണ്ട്, കണ്ടുകൊണ്ടിരിക്കാം. പുതിയ ടെക്നോളജിയൊക്കെ മമ്മൂട്ടി വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും കൂടെ 3 നല്ല നല്ല പടമായിരുന്നു. അവരുടെ ആക്ടിങ് തന്നെയാണ് മെയിൻ ആയിട്ട് ഉള്ളത്. നല്ല പടമായിരുന്നു. ഒരു കുറെ ഇല്യൂഷൻസ് ഉണ്ടാക്കിയതാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി നന്നായി ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനത്തെ സിനിമകളൊന്നും ഇറങ്ങാറില്ല, അത് തന്നെ വലിയ കാര്യമാണ്. വളരെ നല്ല മൂവിയാണ്. നല്ല പടം. അതില് ടെക്നിക്കൽ ബേസ് എല്ലാം നൈസാണ്. പിന്നെ VFX ഒക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. ബാക്കി BGM, സൗണ്ട് ക്വാളിറ്റിയും സൗണ്ട് എഫക്റ്റും എല്ലാം സൂപ്പറാണ്. മമ്മൂട്ടിയുടെ അഭിനയം ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഫിലിം മേക്കിംഗ് നല്ലായിരുന്നു. മേക്കിംഗ് നല്ലായിരുന്നു. ആർട്ട് വർക്ക് ഭയങ്കര രസമായിരുന്നു കാണാൻ. ഹൊറർ അല്ല, ഒരു മിസ്റ്ററി പോലത്തെ ഒരു സംഭവമാണ്. മേക്കിംഗ് കിടിലമായിരുന്നു. എല്ലാവരും പെർഫോമൻസ് കിടിലമായിരുന്നു. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് അതാണ്. പിന്നെ എല്ലാവരും ആക്ടിങ് കൊള്ളാം. എല്ലാ സിനിമാറ്റോഗ്രഫി നല്ല പടം. അതിന് മേക്കിംഗ് നല്ല രസമാണ്. പിന്നെ അതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറച്ചുകൂടെ നല്ല രസമാണ്.